ഹായ് വെൽക്കം ടു നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് ഭംഗിയാ കാണാന്ന് അറിയോ നിങ്ങൾക്ക്? ഈ ഭംഗി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായിട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ കുതിരവേലയാണ് കേട്ടോ. അപ്പോൾ കുതിരവേലയുടെ തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ അതേ അവിടെ ഗാനമേള എന്താ പരിപാടി എന്നല്ല, അതിനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി എന്താ നമ്മൾ കണ്ടില്ലല്ലോ, ഫ്ലെക്സ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ എന്താ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയോ കഴിഞ്ഞാൽ അടിപൊളി പരിപാടി എനിക്ക് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ തലേ ദിവസം രാത്രി ഇങ്ങോട്ട് വരാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊരാഗ്രഹം, ഇവിടെ ലാസ്റ്റ് ഉണ്ട് നമ്മുടെ വിളക്ക്. അന്നേണ്ട അച്ഛനെ തോന്നില്ല വിളക്ക് വെച്ചത്. പിന്നെ അതൊക്കെ ഇപ്പോൾ മാറ്റി. പണ്ട് അത് ഇവിടെ വെച്ചത് സ്ഥാപിച്ചത് അന്നേണ്ട അച്ഛനാണ് കേട്ടോ. വിളക്ക് വെച്ച സ്ഥലം കാണുന്നുണ്ട്. നോക്കട്ടെ സൂം ചെയ്തേരാം. കണ്ട വിളക്ക് കണ്ട അതന്നെ അവിടെയാണ് കേട്ടോ. നാളെ കുതിരേനെ ഇതാക്കി കൊണ്ടുവയ്ക്കുക എല്ലാവരും. അതെ അതന്നെ. അപ്പൊ നാളെ നല്ല കേട്ടാ വാ ദൂടെ ഇറങ്ങാടാ. നാളെ ഈ നേരത്തൊക്കെ ഈ പാടത്തുണ്ടല്ലോ നിറച്ച് ജനങ്ങളായിരിക്കും. എനിക്ക് എന്ത് ഉത്സവത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ കുതിരവേലയായിട്ട്. ഞാൻ എൻ്റെ ഞാനൊരു 3-4 വർഷമായിട്ട് ഞാൻ പെട്ടെന്ന് വർഷമൊക്കെ ഞാൻ കുതിരവേലയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ മകൻ കുതിര അത് ഇവിടെ കെട്ടാട്ടെ ഈ സൈഡിൽ. നമ്മുടെ നാട്ടിലെ കുതിരനെ ഇവിടെ കെട്ടാം. മകൻ അച്ഛൻ കുതിര അവിടെയാണ്. അമ്മ കുതിര തിരുത്തിക്കാട് വേറൊരു പാടത്താട്ടോ അമ്മ കുതിര കെട്ടുക. അവിടെ ഉണ്ടോ വിളിച്ചണ്ട? തിരുത്തിക്കാടിൻ്റെയാണ് അത് കേട്ടാ. ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കും അല്ലേ ചേട്ടാ. ഇതൊന്നും നമ്മൾ വീണ്ടും മുറ്റത്തുനിന്ന് ഇപ്പം നമ്മൾ ഇവിടേക്ക് വന്നു കുറച്ച് നേരം ഇവിടെ നടക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അനുവേട്ട ഇങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുവരേണ്ട അനുവേട്ടുണ്ട്. ഇതാ കാണണണ്ടാ കേട്ടോ, ഞാൻ കാണിച്ചാൽ ഇത് കാണണ. അതാണ് കേട്ടോ നമ്മുടെ പള്ളിയില്ലേ, നമ്മുടെ പോർക്കുളം പള്ളിയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ വീണ്ടും തൊട്ടടുത്തുള്ള പള്ളി കുണുക്കിന്റെ സ്കൂളിലുള്ള പള്ളിയാണ് കാണുന്നത് കേട്ടോ. ഷെബി പൊന്നു മേടിച്ചെടുത്ത വാച്ചാണ് കേട്ടോ. കുണുക്കിന്റെ പുതിയ വാച്ചാണ് ബർത്ത്ഡേ മോനെ അമ്മ ബർത്ത്ഡേ മാജിക് ഭയങ്കര വാച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ അവന്. ഓക്കെ സൂപ്പർ. ലൈറ്റ് എത്തിച്ചു. കൊട്ട് കേൾക്കാണ്ട കൊട്ടുണ്ട് ഇവിടെ. ചാണകല്ല അത് മണ്ണാ. ഇന്ന് എനിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുണിക്കണ്ടാ പ്രത്യേകത. എനിക്കെന്താ പ്രത്യേകത നോക്ക്. വീട്ടിലല്ലേ സംസാരം കുറച്ച് കൂടുണ്ടോ കണ്ട പാടത്തിരിച്ചാട്ടാ. കണ്ട കുതപാർത്താട്ടാ പാറന നിക്ക. ഞങ്ങളെ കാറുണ്ടാ അതുവരെ വെള്ളക്കാറ്. കണ്ട ഇവിടെയാണ് ഇരിച്ചല് ബോറടിച്ചിട്ട്. കണ്ട കച്ചകടകളൊന്നും സ്റ്റേജൊക്കെ വീഡിയോ ആക്കുന്നുണ്ടാ. ഇനി പറയിച്ചില്ലാട്ടാ. അമ്മച്ചോയ് ബൂതി പറകാണേ. അപ്പൊ ആര് കൊടുന്നു അമ്മേനെ? അച്ഛനും കുണുക്കനും കൊടുന്നു അല്ലേ? ഞങ്ങളെ വീട്ടിൽ 2 ആൺകുട്ടികളാണ്. അച്ഛനും മോനും അമ്മേനും മോളേനും കൊടുന്നു. ഇപ്പുള്ള കാര്യമാണത്. പൊന്നു ഷെബിയൊന്നുമില്ല കേട്ടോ. പൊന്നൂന് നാളെ പുലർച്ച വർക്കുണ്ട്. അപ്പൊ ഉറങ്ങാൻ കൊടുക്കും. ഞങ്ങള് പോകും അല്ലേ? എനിക്ക് പറകാൻ കൊറേ വർഷമായി ഞാൻ അവിടെ പറ കണ്ടിട്ട്. അപ്പൊ പറ കാണാൻ ഒരു പൂതി. ശരിക്കും പിടിക്കണം ക്യാമറ. അങ്ങനെയൊന്നും ഇതാക്കിയത് കറക്റ്റ് പിടിക്കണം. വീഡിയോ എടുത്ത് പിടിക്കണം. സംസാരിക്കേ. രണ്ടാളിരുന്നിട്ട് എവിടെ ഇരിക്കും നമ്മള്? പാടത്ത് കണ്ട
താഴെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. ഇത് വേണ്ട ചന്ത അവരാടെ എടുക്കുന്നു. ഇനി അവരാടെ എടുക്കുന്നു. ഇനി ഒരു പൈസ ഇടിച്ചാണ്ടിരിക്കുന്നു കാട്ടപ്പോത്തെ. ഇത് രസമല്ല സാധനം കേട്ടോ. നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ ഈ ടൈമിൽ. ഇനി ഇവിടെ നിന്നാണ് ചിലപ്പോൾ ഇതൊരു ശീലമായി മാറുന്നു. പറ്റില്ലൊക്കെ ആയിരിക്കും ഭയങ്കര ഫുള്ളും. ഇനി ഇത് ചിലപ്പോൾ ഒരു ശീലം ഞാൻ എല്ലാവരും ഇവിടെ പറ വരുന്നത് കുറേ വർഷം മുന്നേ ഞാൻ കണ്ടാട്ടെ, പിന്നെ കണ്ടിട്ടില്ല. ഇപ്പം എനിക്കൊരു ആഗ്രഹം ഈ കൊല്ലം പറ കണ്ടേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അനിയനോട് പറഞ്ഞിപ്പിക്കുക, അനിയേട്ടൻ കൂടുന്നു അല്ലേ അനിയേട്ടാ? രണ്ട് കാര്യം കൂടി ബാക്കിയില്ലേ, നമുക്ക് എന്താ പേടിക്കാല്ലേ? വേണ്ടില്ല, ഇന്ന് മേടിക്കണം. വിളിക്കും, അവര് വിളിക്കും തന്നെ. 11 അല്ല അപ്പൊ എവിടുന്ന് വരികവൻ അറിയില്ല, അവൻ എവിടെ പോയിക്കോണം. ഭ്രാന്താണോ 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 കുടിക്കേ? ഈ കല്ലില് വീണ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ ഇതേ നമ്മുടെ കുതിരവേലപ്പാടത്ത് പറ വന്നു കേട്ടോ. അപ്പോൾ നാളെയാണ് കുതിരവേല. അപ്പോൾ എൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ആ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇനി വരും കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളുടെ വെളിച്ചപ്പാട് കൽപ്പന പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വരും. പിന്നെ ആ ഒരു അന്തരീക്ഷം ഭയങ്കര രസമാണ് കേട്ടോ, ഒരു പാടത്ത് പോയിരിക്കുന്ന കാര്യം. അങ്ങനെ ഈ പിറ്റേ ദിവസം കുതിരവേലയുടെ അന്ന് രാത്രിക്ക് ഒന്നൊരു 8-9 മണി സമയമാണ് കേട്ടോ. അപ്പോൾ കുതിരേനെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ നേരത്തെ വന്ന് കുതിരയ്ക്കൽ വന്ന് കുതിരേനെ തൊഴുതു. നമ്മൾ മനസ്സിലൊരു ഓരോരുത്തർക്കും വിശ്വാസം കുതിരേനെ കുട്ടികളോട് തൊടിയിച്ചാൽ ആയുസ് കൂടുതൽ കിട്ടുന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയണത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ കുതിരവേല പാടന്ന് ഞങ്ങൾ ഒരു 11 മണി 11 ആകുമ്പോൾ ഗാനമേള തുടങ്ങി. അപ്പോൾ അതൊരു 1:30-2 മണിയുടെ ഗാനമേള കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണികളൊക്കെ ഉറങ്ങിയപ്പോൾ അവരെയും കൊണ്ട് പൊന്നുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അവരെല്ലാവരും പൊന്നു ഷേപ്പി കാർത്ത് കുണുക്കി ഉറങ്ങി. ഞങ്ങൾ കുളിച്ച് വീണ്ടും കുതിരവേലപ്പാടത്തിൽ പോയിട്ട് വേറെ ഒന്നല്ല, ഈ കുതിരേനെയും കൊണ്ട് മങ്ങാട്ട് പോവുക എന്ന് പോണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാണാനും പോകട്ടെ. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ, നമുക്ക് ആ ഒരു പാടത്ത് പോയിരിക്കുന്ന ഒരു ഫീല്. അങ്ങനെ ഇതേ നമ്മുടെ നാട്ടിലെ കുതിരവേലയുടെ അവസാന നിമിഷങ്ങളാണിത് അല്ലേ? കഴിയുമ്പോൾ ഒരു വിഷമം. കുതിരവേല അതങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുതിരവേല രാവിലെ കുതിരനായിട്ട് രാത്രി ഉച്ചയൊരു 3:30 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യട്ടെ പരിപാടികൾ. അതൊക്കെ ഏകദേശം ഇപ്പോൾ പുലർച്ചെ സമയത്ത് 2 മണി കേട്ടോ, 3 മണിയാണ്. അപ്പോൾ ആ സമയം 3 മണിയായിട്ട് ഞങ്ങൾ ഗാനമേളയുടെ പകുതിയപ്പോൾ കുണിക്കൊക്കെ ഉറങ്ങിയപ്പോൾ അവരെന്നെ കൊണ്ട് കെടുത്തി. ഞങ്ങൾ കുളിച്ചു. കുതിരേനെ എടുക്കുന്നത് കാണാൻ വേണ്ടി വരും. അപ്പം കുതിര എടുത്ത് കാണുമ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ മങ്ങാട്ട് അമ്മേനെ തൊഴുതിട്ടും വരാന്ന് വെച്ചില്ല കേട്ടാ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ വീട്ടിലാണ്, ഞാനും എൻ്റെ അനിയേട്ടനും മാത്രമുള്ളൂ. ഇതൊരു ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന നിമിഷം കേട്ടോ. കുതിരേനെ എടുത്ത് മങ്ങാട്ട് അമ്മേനെ അടുത്തേക്ക് കൊണ്ടുപോകണം, ആ ഒരു കാഴ്ച കാണാൻ അത് ഭയങ്കര രസമല്ലേ? കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോ വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല. പാടത്തന്നെ വണ്ടികൾ കുറഞ്ഞു വേണ്ട, ബൈക്കുകൾ പിന്നെ കുഴപ്പമില്ലല്ലോ. മറ്റുള്ള വണ്ടികൾ വരുമ്പോഴല്ലോ പ്രശ്നമുള്ളൂ, ബൈക്കുകൾ വിഷയമില്ലല്ലോ. അങ്ങനെ ഇതേ പൊന്നുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കുതിരവേല പാടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുതിരവേലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാടത്താണ് കേട്ടോ ഈ കുതിരവേല നടക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ പൂരപ്പറമ്പിലേക്കൊക്കെ പോയി നിറച്ച ആൾക്കാരും ബഹളവും തിരക്കും ഇതൊക്കെ ഉണ്ട്. പക്ഷേ പാടത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു ഫ്രീഡത്തിൽ എവിടെയെങ്കിലും പോയി ഇരുന്ന് സമാധാനത്തോടുകൂടി വർത്തമാനം പറഞ്ഞ് ഹാപ്പി. നമ്മളിപ്പോൾ ഒരുപാട് ടെൻഷനുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഈ സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും. നമ്മളല്ലേ ഈ കൂട്ടത്തിലേക്കൊന്നും ഞാൻ വന്നെങ്കിലും ഞാൻ കുറച്ച് ജസ്റ്റ് നമ്മൾ അകലെയാണ് കേട്ടോ പോയി നിൽക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ അകലെ നിന്ന് കാണുക, അത്രയാണ് ഞങ്ങളൊരു സന്തോഷം.
നമ്മൾ ഓരോ സമയത്ത് ഓരോ സന്തോഷങ്ങൾ. അപ്പോൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കുതിരനിലേക്ക് എല്ലാവരും, അപ്പോൾ ഗാനമേള ടീം തന്നെ ഗാനമേള കഴിയുമ്പോൾ പറയും ഇത്ര മണിക്ക് കുതിരനെ എടുക്കും, വഴിയിലുള്ള വണ്ടികളൊക്കെ മാറ്റണം, അങ്ങനെയൊക്കെ പറയും. ആ സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുതിരനെ എടുക്കുന്നത് കാഴ്ച കാണാനുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ടുള്ള നിപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോൾ കാല് കടഞ്ഞു. പിന്നെ കുതിരനെ എടുക്കുന്ന ആൾക്കാരൊക്കെ കുളിച്ച് ശുദ്ധിയായിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയും അങ്ങനെ ഞങ്ങൾ ഇതേ പാടത്തിൻ്റെ ഒരു സൈഡിൽ പോയിരുന്ന് കൈ പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കട്ടെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാടത്തണ്ട ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു സൈഡിൽ പോയിരുന്ന് നമുക്ക് നമ്മുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ നമുക്കെന്താ അറിയില്ല. ഇപ്പോൾ നമ്മൾ ചില നിമിഷങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയം നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതുകൂടെയാണ് കിടന്നത്. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക കുറേ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ എടുത്ത് നമ്മളെ സന്തോഷം കണ്ടെത്തണം. ഓരോ വഴിയിലൂടെയും നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി സന്തോഷങ്ങൾ കണ്ടെത്തി അത് ആസ്വദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇറിറ്റേഷൻ പിടിച്ചിരുന്നാൽ തന്നെ നമുക്ക് മാനസികമായിട്ട്, എനിക്ക് കുറച്ച് ദിവസമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ കുറച്ച് ദിവസം വീഡിയോകളോ കാര്യങ്ങളോ ഒന്നും കാണാഞ്ഞത്. വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിന് പറ്റിയൊരു മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷത്തോടുകൂടി ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ഗാനമേള കഴിഞ്ഞു കുതിരേനെ എടുക്കണം ആ ഒരു സമയമാണ് കേട്ടോ. പാടം കണ്ട ഈ പാടം എന്താ കുതിരവേല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പാടം കാണുമ്പോഴാണ് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ കുതിരേനെ എടുത്തതിന് ശേഷം നമ്മൾ വേറൊരു വഴിക്ക് വന്നിട്ട് കണ്ടു. ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ചൂട്ടും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു സെൻറ്റർ കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നിറച്ച ആൾക്കാരല്ലേ. ഇപ്പം ഇത് വീടുകളിലോ ഓരോ വീട്ടുകളിലോ പുറത്ത് നിന്ന് ചൂട്ടും പിടിച്ചിട്ട് നിൽക്കട്ടെ എന്ന് വെച്ചാൽ കുതിര പോകുമ്പോൾ വഴി വെളിച്ചല്ലേ, ലൈറ്റ് ഇവിടെ കറണ്ട് മൊത്തം കുതിരേനെ എടുക്കണേക്കാൾ മുന്നേ നമ്മുടെ ഈ നാട്ടിലെ കറണ്ട് മൊത്തം ഓഫ് ചെയ്യും, കറണ്ട് ഉണ്ടാവില്ല. അതാണ് ശരിക്കും ഇവർക്ക് സിഗ്നൽ തോന്നുന്നില്ല കുതിരേനെ എടുത്തു എന്നുള്ളതിൻ്റെ അല്ലേ. അല്ലെങ്കിൽ ഇപ്പം എത്ര കിലോമീറ്റർ ഉണ്ടാവും കുതിര എടുത്തുകൊണ്ട് എൻ്റെ വഴി? 2.5 കിലോമീറ്റർ കുതിരേനെ എടുത്ത് തോളത്ത് വെച്ചിട്ടാണ് കേട്ടോ ഓടിയിട്ട് വരുന്നത് ഞങ്ങൾ. പക്ഷേ അതിന് പിന്നാലെ വരികയാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാനോ ഒന്നും സ്ഥലം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ വേറെ വഴിക്ക് കണ്ട ചൂട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ട ചൂട്ടൊക്കെ കുടിച്ചത് കുതിരേനെ വരവേൽക്കാണ്ട് വിളക്ക് കണ്ട സമൃദ്ധി ആൾക്കാരുണ്ട് കേട്ടോ കുതിരേനെ. എനിക്ക് കഴിഞ്ഞ കാലത്തേക്കുള്ള ആൾക്കാരുണ്ട് അവിടെ ആ സൈഡ് തന്നെ. ഞങ്ങളത് ഈ മങ്ങാട്ട് അമ്പലത്തേക്ക് എത്തിയില്ലേ. എല്ലാ പ്രാവശ്യം അവിടെ ഇരുന്ന് സ്ഥലം കിട്ടാറില്ല നമുക്ക് വണ്ടി ഇടാൻ. സത്യം നമ്മള് നേരത്തോടുകൂടി വന്നാണല്ലേ കുതിരയുടെ ബാക്കിൽ നമ്മൾ വരാറ്. ഭയങ്കര ബ്ലോക്കിലും കാര്യത്തിലും പോയിട്ട്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ദൂരെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കണത് അല്ലേ. ഇത്ര ആള് ഈ പ്രാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും ലൈഫിൽ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും കുളിച്ചിട്ടൊന്നല്ല കേട്ടോ വരാറ്. ഇവിടെ നിന്ന് കുതിരനാക്കിയിട്ട് നമ്മളങ്ങനെ പോലും മതി. പക്ഷെ ആ കുളിച്ച് വന്നപ്പോൾ വേറൊരു ഇതെന്താ വെച്ചാൽ നമുക്ക് മങ്ങാട്ടമ്മയെ കയറി പ്രാർത്ഥിച്ചിട്ട് പോവാം. നമ്മുടെ മങ്ങാട്ടമ്മയുടെ അടുത്ത് വന്നിട്ട് കുറേ നാളുകളായില്ലേ, കുറേ മാസമായി ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ കുറേ ആയിട്ട് വരാൻ പറ്റാറില്ല. എന്തായാലും മങ്ങാട്ടമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ മാറ്റാറ്. കഴിഞ്ഞെല്ലാം
കുതിരവല്ലിക്ക് കുണിക്കും പൊന്നു ഷെബിയൊക്കെ ഉറങ്ങിയിട്ട. പക്ഷേ ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു. നമ്മൾ വേറൊരു കുട്ടി, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ കുട്ടിയും പിന്നെ അതിനുവേണ്ടി ഞാനും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അത് ഞാൻ ഈ യാത്രയിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു കേട്ടോ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. നമ്മുടെ കൂടെ ഇല്ല, എവിടെയെങ്കിലൊക്കെ അത്രേ ഉള്ളൂ. എവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാവണ പോലെയാവോ? അതാവില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തായാലും അങ്ങനെയാണ് ഓരോ കൊല്ലം കൂടുമ്പോ മാറ്റങ്ങൾ ലൈഫിൽ നമുക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ. അടുത്ത കൊല്ലം കുതിരല്ല, എന്താണ് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓരോ കൊല്ലം നമ്മൾ ആഘോഷിക്കുമ്പോൾ പലരും കുറ്റം പറഞ്ഞു പോകും, നിങ്ങൾ അങ്ങനെ ആഘോഷിക്കും. പക്ഷെ നമുക്ക് അതാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വിഷു ആഘോഷിച്ചതിന് ഒരുപാട് ആൾക്കാർ വിമർശിച്ചു. ഷെബിയുടെ അപ്പം മരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിഷു ആഘോഷിച്ചു, അപ്പോൾ എന്താ പറയുക, അപ്പോൾ വിമർശിച്ചു. പക്ഷേ നമ്മൾ ആ കഴിഞ്ഞ കൊല്ലം നമ്മൾ ആ ഒരു വിഷു ആഘോഷിച്ചില്ലെങ്കിൽ ഈ കൊല്ലം ഒരാൾ നമ്മുടെ കൂടെ ഇല്ല വിഷുവിന്. അപ്പം നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല. എവിടെയൊക്കെ ആരുടെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുവന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോൾ ഒരു കൊല്ലം ഞാൻ എല്ലാ കൊല്ലം പറയണ പോലെ തന്നെയാണ് കേട്ടോ, പലരോടും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പം എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞുള്ളൂ, പെര വീഴുന്ന വരെ നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്യുക. അത് കഴിഞ്ഞ് 41 വരെ നിങ്ങൾക്ക് പൊട്ട് കുത്താണ്ടിരിക്കണമെങ്കിൽ കുത്താണ്ടിരിക്കുക. 41 വരെ അത് കഴിഞ്ഞ് നിങ്ങൾ പൊട്ട് കുത്തലും പട്ടുസാരി കൊടുത്തലും കുഴപ്പമില്ല, വിശേഷങ്ങൾക്ക് കൂടിയാലും കുഴപ്പമില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ സത്യമാണ്, അതൊരു കാര്യത്തിൽ സത്യം. എന്താ വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതൊക്കെ അല്ലേ? തീർച്ചയായിട്ടും അതാണ് നല്ലൊരു തീരുമാനം. അല്ലെങ്കിൽ നമ്മളൊരാൾ വീട്ടിൽ മരിച്ചു, അല്ലെങ്കിൽ ഒരു കൊല്ലമേ ഉള്ളൂ നമുക്ക് ആൾ മരിച്ചു കഴിഞ്ഞാൽ വിഷമം അല്ലല്ലോ, ലൈഫ് ലോങ് വിഷമമാണ്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഈ കൊല്ലം മാത്രം വിശേഷമുണ്ട്, പിന്നെ ഒക്കെ ആഘോഷിക്കാം. അതായത് ഒരു കൊല്ലം മാത്രമുള്ള വിഷമം അത് പാടുള്ള അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കും. ഞാൻ എപ്പോഴും അതാ പറഞ്ഞത്. എന്താ വെച്ചാൽ ഈ കൊല്ലം ഇപ്പോൾ കുതിരവേല ഞങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. കഴിഞ്ഞ കുതിരവേലായിരിക്കും ഈ ഒരു കുതിരവേല നഷ്ടങ്ങൾ തന്നെ. ഓരോ നഷ്ടങ്ങൾ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഓരോരോ ചെറിയ ചെറിയ നഷ്ടങ്ങൾ, മറ്റുള്ളവർക്ക് അത് ലാഭമാവും, നമുക്ക് നഷ്ടങ്ങളാവാം അല്ലേ? അങ്ങനെ പൊട്ടിക്കഴിച്ചാൽ ലാഭമുള്ളവർക്ക് ലാഭമാണ്, നമുക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളൂ. കുഴപ്പമില്ല. എല്ലാം ഞാൻ പറയും, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മങ്ങാട്ടമ്മേനെ ആയാലും ഇപ്പം മങ്ങാട്ടമ്മയുടെ എല്ലാവരും പറയും ധനലാഭം കിട്ടി പറഞ്ഞിട്ട് എല്ലാവരും മാനദാനം അങ്ങനെ എന്തോന്ന് പറയില്ല, എന്താ പറയില്ലേ, മാനം അറിയിക്കാൻ. എന്തായാലും നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്താ, അതായത് നമ്മൾ ഇനി അതിനെ പറ്റി പറയണില്ല. എന്തായാലും മങ്ങാട്ടമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. മങ്ങാട്ടമ്മയുടെ അടുത്ത് പോയി തൊഴണം. ഇപ്പൊ തൊഴാൻ പറ്റാണോ? ആൾക്കാർ തൊഴുണ്ടോ നോക്കിയിരിക്കുന്ന കുതിരേനെ വന്നതിന് ശേഷം തൊഴുണ്ടോ? ആൾക്കാര് കയറാത്ത നോക്കണ്ട കേട്ടോ. ഇതിന്റെ പകുതി മുക്കാൽ ആൾക്കാരും ഉറക്കത്തിന് ചെന്നിട്ടുള്ളവരാണ്. കുളിച്ചു വന്നവരിപ്പോ നമ്മള് കുളിച്ച് കുറിയിട്ട് എന്താ വെച്ചാൽ ഞങ്ങള് എത്ര മണി വരെ ഇരുന്നുണ്ടാവും ഗാനമേളയുടെ അവിടെ? 2 മണി വരെ ഗാനമേള കാണിരുന്നു കേട്ടോ. കുണുക്കനൊക്കെ ലൈഫിൽ ഞങ്ങളുടെ ഇത്ര ഡാൻസൊക്കെ കളിച്ച്. പക്ഷെ ചിലർക്ക് വയ്യ, കാർത്തുറങ്ങി, പിന്നെ കുണിക്കുറങ്ങി, പിന്നെ കുണുക്കന് വന്നു വീട്ടിൽ ഉറക്കം വേണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം ശരിയായിട്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ 2 ബിരിയാണി മേടിച്ചതാണ്. പൊന്നു ഷേപ്പി അവരായിരുന്നു, ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ആ 2 ബിരിയാണി പക്ഷേ പൊന്നു കുണുക്കി കഴിച്ചു. ബാക്കി തൈര് തന്നെയായിട്ട് കഴിച്ചു. ഞാനിരുന്ന് ചിക്കൻ പീസ് കഴിച്ചു. പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പും ക്ഷീണമൊക്കെ ആയി തോന്നുന്നു. അവിടെയുള്ള എന്താ മുട്ട ഓംപ്ലേറ്റ് അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡാൻസ് കാലം കഴിഞ്ഞു. പൊന്നിൻ്റെ അവിടെ എല്ലാവരും ഷേപ്പിയും പൊന്നും കുണുക്കനും കുണുക്കി കാർത്തുകൊണ്ട് ഉറങ്ങി. അപ്പം ഞങ്ങളവിടെ പോയി അവരെ കൊണ്ടാക്കി. ഞങ്ങളവിടെ കുളിച്ച് വീണ്ടും ഗാനമേളയുടെ അവിടേക്ക് എത്തി. ഗാനമേള കണ്ടു, കുതിരേനെ എടുക്കുന്നത് കണ്ടു പാടത്തുനിന്ന്. ഇനിയിപ്പോൾ ഈ കുതിരേനെ മങ്ങാട്ടമ്പലത്തിൽ വെക്കുന്നത് കാണണം. പിന്നെ എന്താ മങ്ങാട്ടമ്മേനെ തൊഴണം, അനുഗ്രഹം മേടിക്കണം അല്ലേ? എന്തായാലും നമുക്ക് ഉറക്കം തീരെ വന്നില്ല കേട്ടോ അല്ലേ? അത് നമ്മള് എന്റെ കാണുമ്പോ നിനക്ക് എന്താ പറയുക, തലന്നറിയണ്ട്. ഞാന് 2 മണി നേരത്തെ കുളിക്കുമ്പോ എന്താന്നറിയോ, നമ്മള് പാടത്ത് ഗാനമേള കണ്ടി ആൾക്കാർ ഡാൻസ് കളിക്കുമ്പോൾ തൂളിയിട്ട് മുട്ടൊക്കെ ചകിരിച്ചോറ് പോലെ. അപ്പൊ ഞാൻ ഒരു വെളിച്ചെണ്ണ തേക്കാത്ത ഞാൻ വെളിച്ചെണ്ണ തേച്ചു ഷാമ്പു ഇട്ട് തല കഴുകി കുളിച്ചിട്ടാണ് വന്നത്. ഇല്ല, നല്ല ക്ഷീണത്തിലുള്ള ഉറക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇരിക്കാം അല്ലേ? വരുന്നോടുകൂടി ഇറങ്ങി പോരാ.
അങ്ങനെ കാത്തിരുന്ന് ഒരു നിമിഷത്തെ സമയത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ കുതിരനെ അവിടെ എടുക്കണേക്കാൾ മുന്നേ തലേദിവസം കണ്ട പറയുണ്ടല്ലോ, അതുപോലെ പറ പാടത്ത് വന്നതിന് ശേഷമാണ് കുതിരനെ എടുക്കേണ്ടത്. അത് എടുക്കുമ്പോൾ പറ മുന്നിൽ നടക്കും, ബാക്കിലാണ് കുതിരനെ വരിക. കുതിരനെ കൊണ്ടുവരിക. അപ്പോൾ പറ ഇപ്പോൾ അങ്ങോട്ട് വന്ന് കടന്നോട് കൂടിയിട്ട് ദൈപ്പം അടുത്തത് വരുന്നത് കുതിരേനും ഏറ്റിട്ട്, അത് അച്ഛൻ കുതിരയാണ് കേട്ടോ ആദ്യം വരിക. അച്ഛൻ കുതിര എന്ന് പറഞ്ഞാൽ വടക്കുമുറി, അതായത് പോർക്കുളത്തിൻ്റെ തെക്കുമുറി, വടക്കുമുറി, പടിഞ്ഞാറ്റുമുറി, അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അച്ഛൻ കുതിരയാണ് കേട്ടോ അത് ആദ്യം വരുന്നത്. അച്ഛൻ കുതിരേനെ കൊണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കുതിര അച്ഛൻ കുതിര തന്നെയാണ് തോന്നുന്നു. സൈസിൽ ഭയങ്കരമായിട്ട് അച്ഛന്മാർ അങ്ങനെ തന്നെ നമ്മൾ പറയണ പോലെ തന്നെ അച്ഛന്മാരുടെ ഇതിൽ തന്നെ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ ആ കുതിരയുടെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അതിമൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തുവിളക്ക് പിടിച്ച് എൻ്റെ മുകളിൽ ചേട്ടൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയല്ലേ പറയിക്കാൻ അറിയില്ല പറഞ്ഞിട്ട് അങ്ങനെ ഈ അച്ഛൻ കുതിരേനെ മങ്ങാട്ടമ്മയുടെ സൈഡിൽ കൊണ്ടിരുത്തി. പിന്നെ വരുന്നത് മകൻ കുതിര കേട്ടോ. മകനാണ് മകൻ കുതിര. ഞങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന കുതിരയാണ് കേട്ടോ. നമ്മുടെ ദേശത്തിൻ്റെ കുതിരയാണ് മകൻ കുതിര. കുതിരേനെ കൊടുത്ത് 2-3 പ്രാവശ്യം മുകളിലേക്ക് ഇങ്ങനെ ആട്ടിയിട്ടാണ് കേട്ടോ താഴെ വെക്കുക. ഞാൻ വെച്ച സ്ഥലത്തല്ല കുതിര, വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം. പക്ഷേ ആ എടുത്ത് വന്നവർ കുളിച്ചിട്ട് വന്നിട്ട് വേണം മാറ്റി വയ്ക്കണേ കേട്ടോ. ഈ വന്നതാണ് കേട്ടോ അമ്മ കുതിര. തിരുത്തിക്കാട് ദേശത്തു നിന്നാണ്. തിരുത്തിക്കാട് ദേശത്തെയാണ് കേട്ടോ അമ്മ കുതിര. അങ്ങനെ കുതിരേനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അവനോടും കൂടി അമ്പലത്തിൽ കയറി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ സമയത്ത് കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒരുപാട് തിരക്കും കാരണം ഇതിന് ശേഷം ആൾക്കാർ കുളിച്ച് വന്നതിന് ശേഷം കുതിരേനെ ഇപ്പുറത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് മങ്ങാട്ട സൈഡിൽ തന്നെ അമ്പലത്തിൻ്റെ വേറെ സൈഡിലേക്ക് നിർത്തി ഞങ്ങൾ കുതിരേനെ മങ്ങാട്ടമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കുതിരേനെ തൊഴാട്ടോ. അപ്പോൾ ഈ സമയം ഒരു 5:30-6 മണി സമയത്തിൻ്റെ 5:30 ആ സമയമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സമയം. പോസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാര്യങ്ങളായിരുന്നു ആ നിമിഷം നമ്മൾ അനുഭവിച്ചിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കൊല്ലത്തിലും ഞങ്ങൾ നമ്മുടെ അരുവായിട്ട് നമ്മുടെ MD കോളേജിൻ്റെ അവിടെയൊക്കെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. എല്ലാ കൊല്ലം നമ്മൾ കുതിരേനെ അങ്ങനെ ആക്കിയതിന് ശേഷം ഇവിടെ ഒരു കട്ടൻ ചായയും പരിപ്പാടി കഴിക്കുന്നുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഇവിടുന്ന് പുട്ടും കടലും കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ പുലർച്ചെ 4 മണിയൊക്കെ അമ്മയ്ക്ക് തീരുന്നാണ് പറഞ്ഞപ്പോൾ 3 മണി നമുക്ക് തുറക്കുണ്ടാവും അറിയില്ല. എന്തായാലും ഇവിടെ നേരത്തെ കഴിയുന്നതാണ്. ഞങ്ങൾ 2 പ്രാവശ്യം എന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല കേട്ടോ. പുലർച്ചെ നേരം ആയതുകൊണ്ട് രാത്രിയൊക്കെയാണെങ്കിൽ പിന്നെയും പരിശ്രമിക്കാം. പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ദോശ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല പരിപ്പാട കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അതിനായിട്ട് ചായ മേടിക്കാൻ പോയിട്ടുണ്ട്, ഒരു വിത്തൗട്ട് ചായ. അങ്ങനെ ഈ ഒരു ദിവസമാണ് കുതിരവേല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമല്ല കേട്ടോ. കുതിരവേല ഫെബ്രുവരി 2 ആണെങ്കിൽ 3 കഴിഞ്ഞ് 4-ാം തീയതിയാണ് ആ മങ്ങാട്ട അമ്പലത്തിലെ പൂരാണ് കേട്ടോ, ഉത്സവമാണ്. അന്നത്തെ ഒരു ദിവസം രാവിലെ അന്വേട്ടന് ഞങ്ങൾ പൊന്നു ഷെബി വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂടിയിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കുറി ഇടുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏത് അമ്പലത്തിലേക്ക് പോയാലും ഇവർക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് അത് എൻ്റെ ഒരു അവകാശം, എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് ആ കുറി കിട്ടിയിട്ട് അച്ഛനെയും മക്കളെ പൊന്നിനും കാർത്തൂനും തൊടിയിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് വന്ന് പൊന്നിൻ്റെ ഉണ്ടാവും. ഫോൺ അങ്ങോട്ട് എൻ്റെ ഉണ്ടായില്ല. പൊന്നിൻ്റെ ഒക്കെ ഫോണിലെ വീഡിയോ എടുത്തപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പൊന്നു അത് ചെയ്യാൻ മറന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ കുറിയോട് എനിക്ക് ഞാനെന്നെ തൊടും. പക്ഷേ അവർക്കൊക്കെ ഞാനെ തൊട്ട് കൊടുക്കാൻ ഈ പൊന്നു തൊട്ട് തരാറുണ്ട്. ചില സമയങ്ങളിൽ പൊന്നു കുറി തൊട്ട് തരും. അപ്പോൾ ഇന്ന് കാർത്തൂനും പൊന്നിനും അച്ഛനും കുടുക്കനും കുണിക്കും അത് എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. അത് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കണമെന്നല്ല, അത് ഏതമ്പലത്ത് വരും ഇവർക്ക് ഞാനെ കുറിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ഈ മങ്ങാട്ടൊക്കെ അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് ചിരിച്ച് ആ പുണ്യാളെ കൊണ്ടിട്ട് നമ്മൾ കുതിരേനെ തൊടിക്കാട്ടോ. അങ്ങനെ കുതിരേനെ തൊടുന്നത് വലിയ ദീർഘായുസിന് നല്ലതാണ്. പിന്നെ ഇത് കുതിരയുടെ കാലിൻ്റെ അവിടെ മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് അവരെൻ്റെ മക്കളേനൊക്കെ തൊടിയിക്കലും ഒക്കെ ആയിട്ടാണ് നടക്കട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും അച്ഛനും മകനും ഇപ്പുറത്ത്, അച്ഛൻ കുതിരയും മകൻ കുതിര ഇപ്പുറത്ത്, അമ്മ കുതിര അപ്പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ ഇടത് വലുതായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ എന്നും ചിന്തിക്കട്ടെ അതിനേക്കാൾ നല്ലത് ഒരു 3 കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രസം. അച്ഛനും അമ്മയും മകനും ഒരുമിച്ച് നിൽക്കുന്നത് നല്ല രസം. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നമ്മളിപ്പോൾ കാണിച്ച പാടത്ത് ഈ 3 കുതിരകളെയും കെട്ടിയിട്ട് അവിടെ നിന്നാണ് കുതിരനെ കൊണ്ട് അമ്പലത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ ദേശക്കാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളോ ഇഷ്യൂ ആണോ എന്താണെന്ന് അറിയില്ല. അപ്പം അമ്മ കുതിരേനെ തിരുത്തിക്കാട് പാടത്ത് വെച്ചിട്ടാണ് കെട്ടാറ്. എന്നിട്ട് തിരുത്തിക്കാട് പാടത്ത് നിന്ന് അമ്മ കുതിര വന്ന് വഴിയിൽ കാത്തുക അച്ഛൻ കുതിരേനും മകൻ കുതിരേനും. എന്നിട്ട് അവർ വന്നതിന് ശേഷം 3 കുതിരകളെ കൊണ്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മളിവിടെ മങ്ങാട്ട അമ്പലത്ത് കൊണ്ട് വയ്ക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാത്തുമ്മയ്ക്ക് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ചു കൊടുത്തു. ആ കുണിക്ക് ആ മണി അടിക്കുന്നിടത്ത് ഇങ്ങനെ വീട്ടിൽ കിട്ടണം. നോക്കി കാർത്തുമ്മയാണ് ഭയങ്കര സാധനം നിൽക്കണമൊക്കെ അത് മണിയും പിടിച്ച് ഇങ്ങനെ നിൽക്കാം. പിന്നെ ഇപ്പോൾ
കളിപ്പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം സ്പോട്ടിൽ ചോദിക്കും അമ്മമ്മ അച്ഛ അമ്മ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് അച്ഛനെ വിളിക്കും, പിന്നെ അമ്മേനെ വിളിച്ച് കിട്ടുമെന്ന്. അവളെ അച്ഛനമ്മേനെ ചോദിക്കില്ല കേട്ടോ, അവളെ അച്ഛനമ്മ ചീത്താതിച്ചിട്ട് ചോദിക്കില്ല, ഞങ്ങളോട് തന്നെയാണ് ചോദിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കളിയാക്കിയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്നെ ആരും എന്തോ കളിക്കുമ്പോൾ ഞങ്ങളങ്ങനെ ചെയ്താൽ അങ്ങനെ എന്തോ വീടിൻ്റെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ ഒരു വീഡിയോ റീൽസൊക്കെ എടുത്താലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അയ്യോ ഇതാ ഒരാൾ നിൽക്കണോക്കെ എന്താ ചേട്ടാ പണിക്കാര് കൂലി മേടിച്ചു പോവാൻ നമ്മള് പണിയെടുക്കുക. കൂലിയാണോ? ആര് തരാനാ? ആ എന്തിനാ കൂലി? ഇത് നിങ്ങളുടെ വീടല്ലേ, അതിന് പിന്നെ ആര് കൂലി? എൻ്റെ എനിക്ക് കൂലി തരൂ, എനിക്ക് കൂലി തരൂ. ഞാൻ ഉണ്ണിക്ക് തരാം, ഉണ്ണിക്ക് തരാം. അല്ല ഇത് നിങ്ങളുടെ വീട്, എൻ്റെ വീടല്ലല്ലോ, നിങ്ങൾക്ക് കൂലി തന്നതില്ലോ. രണ്ടാമത് തയ്യപ്പിലാവാം. നിങ്ങളുടെ പേര് കിടക്കണം, ഇത് ഉണ്ണീടെ അല്ലേ എന്ന് പറഞ്ഞ വാക്കോണ്ടല്ലേ, പേരോണ്ടൊന്നുമില്ല. ഉണ്ണിയുടെ പേര് എഴുതാം. വേണ്ട, ഈ വീടിന്റെ ഐശ്വര്യം വേണ്ട വേണ്ട. ഞാൻ ഒന്നും ഒരു കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ലൈഫില്. എനിക്കുള്ളത് ഉണ്ണിക്കുണ്ട്, ഉണ്ണിക്കുള്ളത്. അല്ല ഞാൻ ഇന്നേരെ ഒന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ രണ്ടാളും ഇല്ല, എന്നാലും നമുക്ക് നമ്മുടേത് വേണം അങ്ങനെ ഒരു ഇത്. ഞങ്ങൾ രണ്ടാളുടെ ജീവിതത്തിൽ അതില്ല കേട്ടോ. ഒരു കാര്യത്തിനോടും വാശി പിടിച്ച് എൻ്റേതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനോ ഒന്നും ഞാനും ഇല്ല, അന്വേഷണവും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ടാൾക്കും ഇല്ല, അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇന്ന് ഇതുപോലെ ഇരിക്കണത് അല്ലേ. ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, മറ്റുള്ളവർ പറയണ പോലെയല്ല ഞാൻ സ്നേഹിച്ചാൽ മതിക്ക് തിരിച്ച് വേണ്ട എന്ന് പറയണല്ലോ. എനിക്ക് സ്നേഹം വേണം, ഞാൻ അന്വേഷണം സ്നേഹിക്കണമെങ്കിൽ തിരിച്ച് അതേ 10 ഇരട്ടി തരത്തിലേക്ക് തിരിച്ച് കിട്ടണം. നിങ്ങൾക്ക് വേണ്ടേ? അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ആരാണ്ടേക്ക് വീട് വേണം അങ്ങനെയൊന്നുമില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അതെനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ്റെ അവസ്ഥ ഇങ്ങനെ, നമ്മുടെ ചെറിയൊരു പണി അത് നമ്മൾ മുന്നേ നിശ്ചയിച്ചിട്ടുള്ള കാര്യമായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ വീട് 18 വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ വീടിന്. അപ്പോൾ നല്ല വീട് നമുക്കിപ്പോൾ ഒന്ന് കുറേ കാര്യമുണ്ടോ അതൊക്കെ ഉണ്ടോ, കുറേ പണികളുണ്ട് നമുക്ക് ചെയ്ത് വേണ്ട, കുറേ കാര്യം നമുക്ക് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു വീട് പണിയാന്ന് വെച്ചാൽ ഞങ്ങളോട് കൂട്ടിയേ പറ്റില്ല അല്ലേ ചേട്ടാ. അപ്പോൾ ഉള്ള വീട് നമുക്ക് അങ്ങനെ വീടിൻ്റെ ചെറിയ ചെറിയ പണിയോട് ചെയ്യാന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ഇനി നമുക്കൊരു വീട് പണിയാനോ പിടിക്കാനോ നമ്മളോട് കൂട്ടിയേ പറ്റില്ല. അപ്പോൾ ഉള്ള ചെറിയ ഭാഗ പണികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിച്ച് വെച്ചാൽ കുണുക്കി വലുതായി വരുമ്പോൾ അവർക്ക് സേഫായിട്ടുള്ളൊരു വീട് വേണം, വൃത്തിയിൽ കിടക്കുക ഒരു വീട് വേണം. പിന്നെ കുണുക്കുമ്പോൾ വലുതായിട്ട് അവൻ വീട് പണിയട്ടെ. അപ്പോൾ അവർ രണ്ടാളും സേഫായിട്ട് അവർ നല്ല നിലയ്ക്ക് ജീവിക്കണ്ടേ. രണ്ടാളും നല്ല എന്താ വെച്ചാൽ നമുക്ക് 18 വർഷം പഴക്കത്തേക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ വീടിന് ഓരോ കേടുകളും കാര്യങ്ങളും ഓരോന്നും എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ വീട് 18 വർഷം മുന്നേ ഒരു ഹോസ്പിറ്റലൈസ് കാര്യങ്ങളുള്ള സമയത്താണ് നമ്മുടെ ഈ വീട് പണിതത്. അപ്പോൾ നമ്മൾ വാർത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു പരുക്കനോ എന്തോ ഇടും, അത് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ വീടിൻ്റെ ചുമര് മൊത്തം കീളർപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം പെയിൻ്റ് അടിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നമ്മുടെ വീടിന് വരാറുണ്ട്. പൂപ്പൽ വരും, പിന്നെ ആ പൂപ്പൻ്റെ സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ ഒരു വീടിനോട് നമ്മൾ അനുഭവിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയും ഒരു മഴക്കാലം ഇങ്ങനെ കൊള്ളുന്തോറും നമ്മുടെ വീട് ഒരു സൈഡ് ഇങ്ങനെ ഇരുന്ന് വന്നിട്ട്, അപ്പോൾ ഇനിയും വീട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂടിയിട്ട് താഴത്തെത്തും. അപ്പോൾ വീട് സേഫാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നമ്മളിതിൽ. കുറേ ആൾക്കാർ നെഗറ്റീവ് പറയാനും പലതും ഉണ്ടാവും, പക്ഷെ നമുക്കിൻ്റെ സാഹചര്യങ്ങൾ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട് ക്ലീനാക്കുക വൃത്തിയിൽ. അപ്പോൾ അന്വേഷണെ സംബന്ധിച്ച് അന്വേഷണം എപ്പോഴും വീട് നല്ല വൃത്തിയിൽ കാര്യം. ഇപ്പം ഈ 2 ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ചെയ്യും വരുമ്പോൾ ചിത്രം വരച്ച് പേനോണ്ടുള്ള കാര്യമൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിലതൊന്നും കാണില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുണുക്കനോടായാലും കുണിക്കോടായാലും ഒരു ബോധം വെച്ച് വരുമ്പോഴേക്കും പറഞ്ഞ് പെൻസിൽ ബുക്കിൽ എഴുതുക കാര്യങ്ങൾ ചെയ്യും വരുമ്പോൾ വരയ്ക്കരുത്. എന്ന് വെച്ചാൽ അന്നേട്ട് വീട് അത്രയും വൃത്തിയും ക്ലീൻ ചെയ്യാനും നോക്കണം. അപ്പം അന്നേട്ട് മാത്രമല്ല ഞാനായാലും അന്നേട്ട് കെയർഫുള്ളപ്പോൾ പൊന്നുമായാലും കുഞ്ഞിനായാലും വളർത്തുമ്പോൾ അവരെ അങ്ങനെ തന്നെ ചെമ്മരുമ്പ് വരയ്ക്കാനോ പിടിക്കാനോ അങ്ങനെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീട് ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഒരു പുതിയത് പോലെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കൊല്ലത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ കളഞ്ഞ് വീട് ക്ലീൻ ആക്കിയിടും. അങ്ങനെയാണ്. അപ്പം ഇനി എന്തായാലും വീട് ക്ലീനാക്കി ഒതുക്കിയിട്ടാണ് ഇനി കൊടുക്കല് ഭാവിയിലേക്ക് അവർക്ക് വീട് നല്ല നിലയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇനി ഓരോ കേടുകളും കാരണം വന്നാൽ നമ്മളോട് കൂട്ടിയേ പറ്റില്ല അത് ശരിയാക്കാനും പിടിക്കാനൊക്കെ. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ പറയും ഇപ്പം നിങ്ങൾ പോയതിൻ്റെ സമയത്ത് ചെയ്യണമല്ല കേട്ടോ. നമ്മളിതിന് മുന്നേ തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് ഈ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മാസം മേലെ അവന് നമ്മൾ വിളിച്ചിട്ട് ഈ വർക്ക് ഇങ്ങനെയുണ്ട് വായു ചെയ്യാണ്ട്. അപ്പോൾ ഇന്ന് വരെ നാളെ വരെ ഇന്ന് വരെ നാളെ വരാണ്ട്
ഫെബ്രുവരി 2-ാം തീയതി വരാമെന്ന് പറഞ്ഞ ആളാണ്, ഞായറാഴ്ച. അന്ന് അവന് വരാൻ പറ്റിയില്ല. പിന്നെ വരുന്നത് ഫെബ്രുവരി 4-ാം തീയതി കേട്ടോ. അങ്ങനെ വന്നു, വർക്ക് നമ്മൾ അവന് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റായി വരാൻ കുറച്ച് ദിവസം താമസിക്കും. എന്തെങ്കിലും അവിടെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. ആകെ പൂട്ടിയും കാര്യങ്ങളും കാര്യമില്ല. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു പണിയും കാര്യം നടന്നാൽ ആകെ പൂട്ടിയും കാര്യങ്ങളൊക്കെ ആവും. വയറിങ്ങും ഒക്കെ പഴയ വയറിങ്, 18 വർഷം മുന്നുള്ള വയറിങ് കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ കുറേ പണിയുണ്ട്. നല്ല കഷ്ടകാലം നേരത്തെ എല്ലാവരും തൊട്ടതും പിടിച്ചതൊക്കെ കേട്, ഇൻവെർട്ടർ അടിച്ചു പോയി. അങ്ങനെ ഓരോന്നും നമ്മളൊരു വശം സെറ്റ് ആകുമ്പോഴേക്കും അടുത്ത വശം എന്താണെന്നുള്ളത് അറിയാത്തൊരവസ്ഥ. എന്തെങ്കിലും ആവട്ടെ, ഇനി എന്തൊക്കെ ഞാൻ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവം നിശ്ചയിക്കുന്ന പോലെ എല്ലാം വരുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. അത്രയേ ഉള്ളൂ. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല ആരാന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. എന്തൊരു കോലം അല്ലേ പണിക്കാരും. പിന്നെ ഉണ്ണോൾക്ക് 2 ദിവസമായിട്ട് കുണുക്കി തീരെ വയ്യായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര ഛർദിയും വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാനും രണ്ടും ഇവിടെ നിൽക്കണം. പിള്ളേർ കുണുക്കം മാത്രം അവിടെ. പണിക്കാർ എനിക്ക് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഇടുക. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടോ, ഒന്നും പറ്റാത്തൊരവസ്ഥ. എവിടെ നിന്ന് തുടങ്ങും, എന്ത് തുടങ്ങും എന്നറിയില്ല. എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് കഴിഞ്ഞ് കിട്ടുകയെന്ന് അറിയില്ല. എന്തായാലും കഴിയുമ്പോൾ കഴിയട്ടെ. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കുറേ ദിവസമായി ടെൻഷൻ അടിച്ച് ഇറങ്ങും. ഇത് എവിടെ ആവണില്ല, മാനസികമായിട്ടുള്ള ടെൻഷൻ. ഇതെവിടെ എത്താത്തതിൻ്റെ ടെൻഷൻ, എല്ലാം ടെൻഷൻ. എന്നിട്ട് അകത്ത് കയറല്ലേ ഓയ്, നമ്മൾ കിടക്കുന്ന റൂമല്ല, ഞാൻ തുടച്ചോളാം. നമ്മൾ കിടക്കുന്ന റൂം, നമ്മളെന്താ ഇവിടെ കിടക്കണേ? യെസ്, എനിക്കോ ആർക്ക് ഇപ്പം അങ്ങനെയാ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറാത്ത ആളാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നയ്യാ. പിന്നെ എങ്ങനെയാ? പക്ഷെ അവറ്റേൻ്റെ ചൂടത്താണ് എടുക്കണം. പൊന്നു ഷെബി ചൂടത്ത. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പൊന്നുൻ്റെ ഷെബിയിലും AC റൂം അവരാണെങ്കിൽ ഇവിടെ കിടക്കൂല. അറിയില്ല, തങ്ങവണ വെച്ചു എന്തൊക്കെ ചെയ്തിട്ട് എവിടെ വെച്ചിക്കണെന്ന് അറിയില്ല. എന്താ ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തിട്ടാണ്. ഓക്കെ.